പലപ്പോഴും യൂട്യൂബേഴ്സും വീഡിയോ ഷൂട്ട് ചെയ്യുന്നവർ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലമാണ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. പ്രത്യേകിച്ച് കൈമാസ്റ്ററിൽ നിന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു കൈമാസ്റ്ററിൽ നിന്ന് നമുക്ക് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എങ്ങനെ റിമൂവ് ചെയ്യുന്നത് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് എങ്ങനെ കൈമാസ്റ്ററിൽ നിന്നും ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എങ്ങനെ റിമൂവ് ചെയ്യുന്നതാണ്. നമ്മുടെ ചാനൽ ഇപ്പോൾ 2000 സബ്സ്ക്രൈബേഴ്സിലോട്ടേക്ക് പോവുകയാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലേ എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ ഇടാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗാലറിയിൽ നിന്ന് ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓഡിയോ. അതുപോലെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ വോളിയം എൻവലപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കാണാൻ പറ്റും. ഈ രണ്ട് ഓപ്ഷനാണ് നമുക്ക് കൈൻമാസ്റ്ററിൽ ഓഡിയോ മാനേജ് ചെയ്യാൻ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഓഡിയോ 200-ലൊന്നും ഇടാതിരിക്കുക. കാരണം 200-ലൊക്കെ ഇട്ടാൽ നന്നായി ഡിസ്ട്രാക്ട് ചെയ്യും നിങ്ങളുടെ ഓഡിയോ ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഓഡിയോ ഒരു 80, 65, ഒരു 60 ഇതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങളുടെ ഓഡിയോ ഇടുക. ശേഷം നിങ്ങളൊരു ഓട്ടോ വോളിയം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെ ഇപ്പോൾ എൻ്റെ അടുത്ത് ലേറ്റസ്റ്റോ പഴയ വേർഷനായിട്ട് ക്രാക്ക്ഡ് വേർഷനാണ്. അപ്പോൾ അതിൽ ഇവിടെ ഓട്ടോ വോളിയം എന്നാണ് കാണുന്നത്. അപ്പോൾ എന്തോ കംപ്രസ് ഓഡിയോ അങ്ങനെ എന്തോ ആണ് ഒരു ഓപ്ഷൻ കാണാറ്. അപ്പോൾ എൻ്റെ ഓട്ടോ വോളിയം എന്നാണുള്ളത്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ട്രിക്കിലേക്ക് ആവും. അതിനായിട്ട് ഞാൻ ഓഡിയോ നമ്മൾ നേരത്തെ ഓണാക്കിയെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ വീഡിയോ ഉള്ളതുപോലെ തന്നെ ആക്കിയിട്ടുണ്ട്. ശേഷം നമുക്ക് വോളിയം എൻവലപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾ 100-ലേക്ക് ഉണ്ടാവുക. അത് ജസ്റ്റ് എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ ആ 80 അല്ലെങ്കിൽ 60 ഇതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു നമ്പറിലാക്കി വെക്കുക. അപ്പോൾ വോളിയം എൻവലപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഓഡിയോ പോകുന്നതിൽ തന്നെയാണ്. അത് നല്ല ഡിസ്ട്രാക്ട് ചെയ്യും. ഇപ്പോൾ ഹൈലിടുമ്പോൾ നന്നായി ഡിസ്ട്രാക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അതും ശ്രദ്ധിച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ വീഡിയോയുടെ എന്താ പറയുക നോയ്സ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വളരെ ക്ലിയർ ആയിട്ട് നമുക്കൊരു പ്രൊഫഷണൽ രീതിയിൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റിലൊക്കെ പറഞ്ഞിരുന്നു എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഡിസേബിൾ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ടിലെ വീഡിയോകൾക്കുള്ള ഡിസ്ട്രാക്ട് സൗണ്ട് ഉണ്ടാവില്ല അങ്ങനെ പോക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ തയ്യാറാക്കിയത്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ചാനൽ 2K സബ്സ്ക്രൈബേഴ്സിലോട്ടേക്ക് പോകണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ അതിന് മറുപടി അയക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു ട്രിക്ക് യൂസ് ചെയ്യാം. രണ്ടും യൂസ് ചെയ്ത് ചില ആളുകൾ ഇപ്പോൾ 200-ൽ ഇട്ടിട്ട് എൻവലപ്പ് ഓണാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യരുത്. ഏതെങ്കിലും ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ഫെമിൻ ഫിജാസ് സൈനിങ് ഔട്ട്.